This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പിതാവിനെ ഞാൻ കാണുമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 27 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ നാം ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് തൻ്റെ നീതി അവന് ദാനമായി കൊടുക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിലൂടെ ദൈവനീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതായത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു വാഴ്ചയുണ്ട്. എങ്ങനെയാണ് വാഴുന്നത്? 1, ദൈവകൃപയുടെ സമൃദ്ധി പ്രാപിക്കണം. 2, ദൈവനീതിയുടെ സമൃദ്ധി പ്രാപിക്കണം. ദൈവകൃപയുടെ സമൃദ്ധിയെക്കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ നാം ദൈവനീതിയുടെ സമൃദ്ധിയെക്കുറിച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. നാം ഈ പഠനം ആരംഭിച്ചത് തന്നെ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലായിരുന്നു. യേശു പറഞ്ഞു, നാം മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കണം. ഒരു വ്യക്തി ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണമെന്ന് വചനം പറയുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവനീതിക്കു വേണ്ടി വിശപ്പും ദാഹവുമുള്ള ഒരു കൂട്ടത്തെ നാം കാണുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവനീതിയുടെ അറിവ് ലഭിക്കുന്നത്? അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലൂടെയാണ്. എന്നാൽ ഒരുവൻ്റെ ഹൃദയത്തിൽ ഈ നീതിയുടെ ബോധം അഥവാ കൺവിക്ഷൻ, അതിൻ്റെ ഉറപ്പ് ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് പരിശുദ്ധാത്മാവം ദൈവം ഒരുവൻ്റെ ഹൃദയത്തിൽ ദൈവനീതിയുടെ ബോധം കൊടുക്കുകയാണ്. താൻ ഇനി പാപിയല്ലെന്നും നീതി പ്രാപിച്ച ദൈവത്തിൻ്റെ നീതിമാനാണെന്നുമുള്ള ബോധം പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഹൃദയത്തിൽ കൊടുക്കുകയാണ്. ഇനി ഈ ദൈവത്തിൻ്റെ നീതി ഒരുവൻ പ്രാപിച്ചു യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് ദൈവം തൻ്റെ നീതി അവന് ദാനമായി കൊടുത്തു. ആ നീതിയാൽ ദൈവം അവനെ നീതീകരിച്ചു. അതായത് പാപം ചെയ്തിട്ടില്ലാത്തവനായിട്ട് കണക്കാക്കി അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവനെ തൻ്റെ നീതിമാനായി പ്രഖ്യാപിച്ചു. ആ ഒരു ബോധം ഇപ്പോൾ അവൻ്റെ അകത്തുണ്ട്. ഇനി ഈ ദൈവത്തിൻ്റെ നീതി എങ്ങനെയാണ് സമൃദ്ധിയായിട്ട് അവന് ലഭ്യമാകുന്നത്? ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നീതി ദാനമാണ്. മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന അവൻ്റെ സൽപ്രവർത്തികളിലൂടെ, നീതി പ്രവൃത്തികളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന നീതിയല്ല, പിന്നെയോ ഇത് ദാനമാണ്. തൊട്ട് മുകളിലുള്ള 15-ാം വാക്യം 16-ാം വാക്യത്തിലൊക്കെ അനേക പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ദാനം, കൃപാവരം, അത് ദൈവത്തിൻ്റെ നീതിയാണെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം തൻ്റെ നീതി ഒരുവന് ദാനമായി കൊടുക്കുകയാണ്. റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു.
ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുന്നത് എന്താണ്? ആ 10-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ നീതി എന്ന ദാനവുമാണ്. ദൈവത്തിൻ്റെ രക്ഷയും നീതിയും പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ ദൈവം സമ്പന്നനാണെന്ന് വചനം വ്യക്തമാക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ വീണ്ടെടുപ്പ് യാഗത്തിൽ വിശ്വസിച്ച് ഒരുവൻ ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുകയാണ്. നീതി എന്ന ദാനം അവൻ പ്രാപിക്കുകയാണ്. ഇനി നമ്മുടെ ചോദ്യം, എങ്ങനെയാണ് ഒരുവൻ ഈ ദൈവനീതി എന്ന ദാനത്തിൻ്റെ സമൃദ്ധി പ്രാപിക്കുന്നത്? വ്യക്തമാക്കാം. പരിശുദ്ധ ആത്മാവ് ഒരുവൻ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ അവൻ്റെ അകത്തേക്ക് ദൈവനീതിയുടെ അധികമായിരിക്കുന്ന അറിവും ബോധവും പകരുകയാണ്. വേദപുസ്തകത്തിൽ ദൈവനീതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം ഒരുവൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കാക്കുന്നു, അവന് തൻ്റെ നീതി ദാനമായി കൊടുക്കുന്നു, അവനെ നീതീകരിക്കുന്നു, അവനെ നീതിമാനാക്കുന്നു ഇത്യാദി വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിലേക്ക് നീതിയുടെ അറിവ് പകർന്നുകൊടുത്ത് അവൻ്റെ ഉള്ളത്തിൽ നീതിയുടെ ബോധത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ എത്രത്തോളം ദൈവനീതിയുടെ അറിവ് ഒരുവൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുമോ, എത്രത്തോളം താൻ ദൈവനീതി പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിമാനാണെന്നുള്ള ബോധം ഉറപ്പ് പരിശുദ്ധാത്മാവ് കൊടുക്കുമോ, അതാണ് ദൈവനീതിയുടെ സമൃദ്ധി. പ്രോട്ടസ്റ്റൻ്റ് നവീകരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഏകദേശം AD 16-ാം നൂറ്റാണ്ട് വരെ ദൈവസഭ രക്ഷ പ്രാപിക്കുവാൻ, പാപമോചനത്തിനായി, നീതീകരണത്തിനായി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സത്യമായ ഉപദേശം നഷ്ടപ്പെട്ടു പോയി. രക്ഷയുടെയും പാപമോചനത്തിൻ്റെയും വിശ്വാസത്താലുള്ള ദൈവനീതിയുടെയും ഉപദേശം സഭയിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോയി. കഠിനമായ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ, പാപമോചന ചീട്ടുകളിലൂടെ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മമാർഗത്തിലൂടെ രക്ഷിക്കപ്പെടുവാൻ, പാപം മോചിക്കപ്പെടുവാൻ, നീതി പ്രാപിക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലായിരുന്നു ദൈവസഭ. എന്നാൽ ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ, കത്തോലിക്ക മതവിഭാഗത്തിലെ ഒരു സന്യാസിയായിരുന്ന മാർട്ടിൻ ലൂതർ, തൻ്റെ പഠനവുമായുള്ള ബന്ധത്തിൽ റോമാലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ തുറന്നു. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചു. ആ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ദൈവാത്മ പകർന്നു കൊടുത്തു. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്, പാപം മോചിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലാണെന്നും, ഒരുവൻ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാനാകുന്നത് വിശ്വാസത്താലാണെന്നും ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് അറിവ് കൊടുത്തു, അദ്ദേഹത്തിന് ബോധം കൊടുത്തു. ഇന്നലെ വരെ പാപം മോചിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, നീതി പ്രാപിക്കുവാൻ കഠിനമായ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതത്തിൻ്റെ വക്താവിൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്താലുള്ള ദൈവനീതിയുടെയും രക്ഷയുടെയും പാപമോചനത്തിൻ്റെയും ബോധം, ഉറപ്പ് പരിശുദ്ധാത്മാവ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് പ്രോട്ടസ്റ്റൻ്റ് നവീകരണം ചരിത്രത്തിൽ ഉടലെടുത്തത്. പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വചനത്തിലൂടെ ദൈവനീതിയുടെ ബോധം കൊടുത്ത്, അറിവ് കൊടുത്ത്,
ഉറപ്പ് കൊടുക്കുമ്പോൾ അവൻ ദൈവനീതിയുടെ സമൃദ്ധിയിലേക്ക് വരികയാണ്. ഇതവൻ്റെ അകമയുണ്ടാകുന്ന ബോധമാണ്. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്ന ഉറപ്പാണ് ദൈവനീതിയുടെ സമൃദ്ധി. ഈ ദൈവനീതിയുടെ സമൃദ്ധിക്കാണ് നീതിയുടെ കവചമെന്ന് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതായത് നീതിയുടെ കവചമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സർവായുധവർഗമാണ്. മനുഷ്യൻ്റെ ആയുധവർഗമല്ല, ദൈവത്തിൻ്റെ സർവായുധവർഗമാണ്. നീതിയുടെ കവചം ദൈവത്തിൻ്റേതാണ്. അത് അവൻ തൻ്റെ മക്കൾക്ക് ദാനമായി കൊടുക്കുകയാണ്. നീതിയുടെ അറിവ്, നീതിയുടെ ബോധം ഒരുവൻ്റെ ഹൃദയത്തിൽ വർദ്ധിച്ച് അത് അവൻ്റെ ഹൃദയത്തിൽ നീതിയുടെ കവചമായി മാറ്റപ്പെടുകയാണ്. എന്താണ് നീതിയുടെ കവചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കാം. ഒരു വ്യക്തി പാപം ചെയ്താൽ ക്ഷണത്തിൽ പാപത്താൽ അവൻ്റെ മനസ്സാക്ഷി മലിനമാകും. മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കാൻ തുടങ്ങും. നീ പാപിയാണ്, നിനക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല, നീ കുറ്റക്കാരനാണെന്ന് അവൻ്റെ മനസ്സാക്ഷി അവനെ വിധിച്ചുകൊണ്ടിരിക്കും. മനസ്സാക്ഷി ഒരുവൻ്റെ അകത്തുള്ള ന്യായാധിപനാണ്. ഇപ്പോൾ മനസ്സാക്ഷി മലിനമായി മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും കുറ്റബോധമുണ്ട്, അപരാധഭാവമുണ്ട്. ഈ കുറ്റബോധമുള്ളവന് ദൈവത്തോടടുത്തു വരാൻ കഴിയത്തില്ല. നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ കുറ്റബോധമുള്ള ഒരുവന് കഴിയുന്നതല്ല. കുറ്റബോധമുള്ളവന് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, പിശാചിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള അവൻ്റെ പ്രാഗൽഭ്യവും നഷ്ടമാകും. ഇവിടെയാണ് പിശാചിൻ്റെ തന്ത്രം. അതായത് പിശാച് തന്ത്രപരമായി നിങ്ങളെ സ്വാധീനിച്ച്, നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച്, അഥവാ നിങ്ങളുടെ ജഡത്തെ സ്വാധീനിച്ച്, ജഡമോഹത്തെ ജ്വലിപ്പിച്ച്, ലോകമോഹത്തെ വർദ്ധിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. നിങ്ങൾ പാപത്തിൽ വീണുപോയി. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, പാപത്തിലായി. ആ പാപം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചതിൻ്റെ ഫലമായി നിങ്ങളുടെ മനസ്സാക്ഷി മലിനമാകുകയും നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുകയും ഇപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധമുള്ള ഒരു മനസ്സാക്ഷി ഉളവാകുകയും ചെയ്തു. ഈ കുറ്റബോധമുള്ള മനസ്സാക്ഷിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ക്ഷണത്തിൽ ബലഹീനമാകും. അവൻ്റെ ഹൃദയത്തിലുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. പാപം ഒരുവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവൻ്റെ ആത്മാവിലേക്ക് പിൻവലിയും. തന്മൂലം അവൻ്റെ ഹൃദയം ബലഹീനമായി, അവൻ്റെ ഹൃദയം ശൂന്യമായി, അകത്ത് ദൈവസാന്നിധ്യം, ദൈവജീവൻ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാതെ അവൻ തികച്ചും ബലഹീനനായി. ഇതാണ് മരണത്തിൻ്റെ അർത്ഥം. മരണം അവൻ്റെ അകത്ത് വന്നു. അവൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവജീവൻ അവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയാതെ അവൻ ബലഹീനനായി തീർന്ന് ഇപ്പോൾ പാപത്താൽ ഹൃദയം മലിനപ്പെട്ട് അവൻ കുറ്റബോധത്തിൽ തുടരുകയാണ്. പാപത്താലും കുറ്റബോധത്താലും തുടരുന്ന ഒരു വ്യക്തിക്ക് ഈ ജീവനിൽ വാഴുവാൻ കഴിയത്തില്ല. പിശാചിൻ്റെ മീതെ, അവൻ്റെ തന്ത്രങ്ങളുടെ മീതെ, പരീക്ഷകളുടെ മീതെ ജയമെടുക്കാൻ കഴിയത്തില്ല. പിശാചിൻ്റെ തന്ത്രം എല്ലായ്പ്പോഴും നമ്മിൽ പ്രവർത്തിച്ച്, നമ്മെക്കൊണ്ട് പാപം ചെയ്യിച്ച്,
നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്തി, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി, നമ്മെ ബലഹീനനാക്കി, നമ്മെ കുറ്റബോധത്തിന് അടിമകളാക്കുക എന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്നത് നീതിബോധമാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരുവൻ്റെ ഹൃദയത്തിൽ കുറ്റബോധം കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരുവന് പാപബോധം കൊടുക്കും. പാപം ചെയ്താൽ, പാപത്തിൽ വീണുപോയാൽ പരിശുദ്ധാത്മാവ് വേഗത്തിൽ ഒരുവൻ്റെ ഹൃദയത്തിൽ പാപബോധം കൊടുത്ത് അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവ കൃപാസനത്തിലേക്ക് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും ദൈവം യേശു ക്രിസ്തുവിൽ ഓൾറെഡി വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും വെളിപ്പെടുത്തി നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശു ക്രിസ്തുവിന് കൊടുത്ത് അവനെ ന്യായം വിധിച്ചതിലൂടെ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തിൽ, ആ വീണ്ടെടുപ്പ് യാഗത്തിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കി അവനെ നീതീകരിച്ച് പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കി അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് തൻ്റെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ നിങ്ങൾ ദൈവനീതി പ്രാപിച്ച് നീതിമാനാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബോധമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് തരുന്നത്. അതായത് നിങ്ങൾ ഇനി പാപികളല്ല. ഇപ്പോൾ പാപം ചെയ്തപ്പോൾ ആ ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരവും കൂടെ യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചതുകൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും ശരീരത്താലും ഇപ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനവും ആ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനവുമുണ്ട്. അതുകൊണ്ട് പാപത്തിൽ വീണു പോയാൽ ക്ഷണത്തിൽ ധൈര്യത്തോടുകൂടെ കൃപാസനത്തിൽ വന്ന് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുകയാണ്. ക്രൂശിൽ അവൻ തൻ്റെ കരുണ വെളിപ്പെടുത്തിയതുകൊണ്ട്, കൃപ വെളിപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നിങ്ങളെ വിടുവിക്കുകയാണ്. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനവും ശുദ്ധീകരണവും നിങ്ങൾ പ്രാപിക്കുകയും നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാകുകയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള കുറ്റബോധം മാറിപ്പോവുകയും ചെയ്യുകയാണ്. അതാണ് നീതിയുടെ സമൃദ്ധി, അതാണ് നീതിയുടെ കവചം. അത്ര ഉറപ്പാണ് ദൈവം നിങ്ങളുടെ അകത്ത് തരുന്നത്. നിങ്ങൾ ഇനി പാപികളല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ നീതിമാന്മാരാണ്. ഈ ദൈവനീതിയുടെ സമൃദ്ധി ലഭിക്കുന്നവനാണ് ഈ ജീവനിൽ വാഴാൻ വേണ്ടി പോകുന്നത്. കുറ്റബോധമുള്ളവനും പാപത്തിൽ തുടരുന്നവനും പാപത്തിൻ്റെ അപമാനത്തിലും ലജ്ജയിലും തുടരുന്നവനും ഈ ഭൂമിയിൽ വാഴുവാൻ കഴിയത്തില്ല. ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ, നീതിയുടെ കവചമുള്ളവൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്തു നിന്ന് ഈ ഭൂമിയിൽ അവരുടെ ജീവനിൽ വാഴുവാൻ തുടങ്ങും. ദൈവനീതിയുടെ ഫലമാണ് ഈ ഭൂമിയിൽ വാഴുക എന്നുള്ളത്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്.
വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ പുതു ജെറുസലേം